ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കേരളോത്സവം വിജയികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പഞ്ചായത്തിലെ SSC വിഭാഗത്തിൽപ്പെട്ട കോളേജ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണവും പഞ്ചായത്ത് ഓഫീസ് ബിൽഡിംഗിൽ സ്ഥാപിച്ച സോളാർ പാനലിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. ഒക്കൽ പഞ്ചായത്തിലെ SC വിഭാഗത്തിൽപ്പെട്ട 6 കോളേജ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ഷിയാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി സാജൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശാരദ മോഹൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബ്ലോക്കും പഞ്ചായത്തും കൂടെ നടത്തിയ പരിപാടിയാണ്. ജില്ലയിൽ വന്ന് മത്സരിച്ചു. ഏതായാലും വളരെ നല്ല രീതിയിൽ മത്സരങ്ങളൊക്കെ നടത്തിയ എല്ലാവരെയും വിജയികൾക്കെല്ലാം ആശംസകൾ നേരുന്നുണ്ട്. അതുപോലെ തന്നെ ഒക്കൽ പഞ്ചായത്തിൽ സോളാർ പാനൽ വയ്ക്കാനുള്ള പദ്ധതി വെച്ചു. SC കുട്ടികൾക്ക് ലാപ്ടോപ്പ് വിതരണം ഹയർ പഠിക്കുന്ന ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്നു. ഇതെല്ലാം ഈ പഞ്ചായത്തിന് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന ഇതാണ് ഒരു പഞ്ചായത്ത് ചെയ്യേണ്ടത് എന്നുകൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. ഏതായാലും ഇത് നടത്താൻ തീരുമാനിച്ച് ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ഭരണസമിതിയെയും വിജയികളെയും കിട്ടിയവരെയും എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ബ്ലോക്ക് മെമ്പർ MK രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി ജോണി, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ടീച്ചർ, വാർഡ് മെമ്പർമാർ, സെക്രട്ടറി സുനിൽ, കോർഡിനേറ്റർ സണ്ണി, ജില്ലാ മെമ്പർ ഷാജി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് KM ഷിയാസ് നിർവഹിച്ചു. ഒക്കൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ടും നമ്മുടെ കേരളോത്സവത്തിൽ പങ്കെടുത്ത നമ്മുടെ പഞ്ചായത്തിൽ നിന്നും ഈ പഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മത്സര വിജയികൾക്ക് ഇന്ന് നമ്മുടെ ഈ പഞ്ചായത്തിൽ നിന്നും അവർക്ക് പുരസ്കാരം നൽകുന്ന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് ഒരു സ്വപ്ന പദ്ധതിയായിട്ട് രൂപകൽപ്പന ചെയ്ത സോളാർ പ്ലാന്റിൻ്റെ ഉദ്ഘാടനവും ഇന്ന് തന്നെ ഇവിടെ നടക്കുകയാണ്. അതോടൊപ്പം SC വിദ്യാർത്ഥികളുടെ ലാപ്ടോപ്പ് വിതരണവും ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്ക് അവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഏറ്റവും ഒരു കൈത്താങ്ങുന്ന രീതിയിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷങ്ങളായി നടന്നു വരുന്ന ഈ പ്രൊജക്റ്റ് ഈ വർഷവും 12 കുട്ടികളോളം നമ്മൾ ഈ SC ലാപ്ടോപ്പ് വിതരണം ഇവിടെ നടത്തപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള എല്ലാ മത്സരങ്ങളിലും വിജയിച്ച് ഒക്കൽ ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തുകൊണ്ട് കേരളോത്സവത്തിൽ വിജയിച്ചവർക്കും ഈ ചടങ്ങിൽ വെച്ചുകൊണ്ട് നമ്മൾ അവർക്ക് പുരസ്കാരം നൽകുകയാണുണ്ട്. കേരളോത്സവം വിജയികൾക്കുള്ള പുരസ്കാര വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ ബാബു നിർവഹിച്ചു. കേരളോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഫുട്ബോൾ, ക്രിക്കറ്റ്, വടംവലി, ബാസ്കറ്റ്ബോൾ, ഷട്ടിൽ, വോളിബോൾ എന്നിവയ്ക്ക് 1ാം സമ്മാനം ലഭിച്ചവർക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും നൽകി. ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും കൂടി നടപ്പാക്കിയ കേരളോത്സവം പരിപാടിയിൽ സംസ്ഥാന യുവജന ബോർഡും കൂടി നടപ്പാക്കിയ കേരളോത്സവ പരിപാടിയിൽ അവർക്ക് അവാർഡ് കൊടുക്കുന്ന, അവർക്ക് ട്രോഫി നൽകുന്ന ഒരു പരിപാടി കൂടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം കൂടി ഞാൻ നിർവഹിച്ചു. ഇവിടെ ഏതാണ്ട് 20ഓളം പേർക്ക് തന്നെ ട്രോഫി വിതരണം ചെയ്തു. നല്ല രീതിയിൽ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലൊക്കെ മത്സരിച്ച് വിജയിച്ച യുവ സുഹൃത്തുക്കൾ നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒക്കൽ.